ഹലോ എവരിവൺ, ഇന്ന് നമ്മൾക്ക് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ എന്യൂമറേഷൻ ഫോം എങ്ങനെ ഫില്ല് ചെയ്യുന്നത് നോക്കാം കേട്ടോ. ഇങ്ങനെ 2 ഫോം നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പം ആ ഫോമിൽ ഫസ്റ്റായിട്ട് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്, ജനന തീയതിയാണ്. ഇവിടെ എഴുതുക ഈ കോളത്തിൽ. ഡേ, മന്ത്, ഇയർ എന്ന കണക്കിനായിട്ട് എഴുതേണ്ടത്. ദിവസം, മാസം, വർഷം എന്ന കണക്കിന് ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുക. അതിൻ്റെ താഴെയായിട്ട് നമ്മുടെ ആധാർ നമ്പർ എഴുതുക, അത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ എഴുതുക. അതിൻ്റെ താഴെയായിട്ട് മൊബൈൽ നമ്പർ, പിന്നീട് പിതാവിൻ്റെ പേര് എഴുതുക. പിതാവിൻ്റെ എപ്പിക് നമ്പർ മീൻസ് ഇലക്ഷൻ നമ്പറാണ്, ഇലക്ഷൻ ID-ൻ്റെ നമ്പർ, വോട്ടേഴ്സ് ID-ൻ്റെ നമ്പർ എഴുതുക. പിന്നെ അതിൻ്റെ താഴെയായിട്ട് മാതാവിൻ്റെ പേര്, മാതാവിൻ്റെ ഇലക്ഷൻ ID നമ്പർ എഴുതുക. പിന്നെ അതിനുശേഷം പങ്കാളിയുടെ പേര്, ഫസ്റ്റ് പേരാണ്, പിന്നെ അതിൻ്റെ താഴെ എപ്പിക് നമ്പർ അവൈലബിൾ ആണെങ്കിൽ ഇലക്ഷൻ ID നമ്പർ എഴുതുക. പിന്നെ അതിൻ്റെ താഴെ 2 കോളംസും നമുക്ക് കാണാം. അതിൽ ആദ്യത്തെ കോളം 2002 SIR ലിസ്റ്റിൽ ഉൾപ്പെട്ട വ്യക്തികൾ ഫില്ല് ചെയ്യേണ്ടതാണ്. ഉൾപ്പെടാത്തവരാണ് ഈ രണ്ടാമത്തെ കോളത്തിലുള്ളത് ഫില്ല് ചെയ്യേണ്ടത്. ഫസ്റ്റത്തെ കോളം എല്ലാവരും ഫില്ല് ചെയ്യേണ്ടതാണ്. 2002 SIR ലിസ്റ്റിൽ ഉൾപ്പെട്ടവരും ഉൾപ്പെടാത്തവരും ഫില്ല് ചെയ്യേണ്ട കോളാണ് ഇത്. ഈ കോളത്തിൽ ഫസ്റ്റ് 2002 ലിസ്റ്റിൽ ഉൾപ്പെട്ട വോട്ടറുടെ പേരാണ് വേണ്ടത്. ഇവിടെ വോട്ടറുടെ പേര് എഴുതുക. അദ്ദേഹത്തിൻ്റെ എപ്പിക് നമ്പർ, വോട്ടേഴ്സ് ID അവൈലബിൾ ആണെങ്കിൽ അത് എഴുതുക. പിന്നെ വോട്ടറിൻ്റെ ബന്ധുവിൻ്റെ പേര്, അതായത് അച്ഛൻ്റെയോ അല്ലെങ്കിൽ അമ്മയുടെയോ പേര് എഴുതുക. അവർ തമ്മിലുള്ള ബന്ധം, റിലേഷൻ ഏതാണെന്ന് വെച്ച് എഴുതുക. ഇനി കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് 2002 SIR ലിസ്റ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിൽ നോക്കിയിട്ട് അതിൽ കൊടുത്തിട്ടുണ്ടാവും ഏതാണ് റിലേഷൻ എന്താണെന്ന് വെച്ചാൽ കൊടുത്തിട്ടുണ്ടാവും, അതനുസരിച്ച് എഴുതിയാലും മതി കേട്ടോ. പിന്നെ അതുപോലെ തന്നെ 2002 വോട്ടറിൻ്റെ ജില്ല ഏതാണോ അത്, അതിനുശേഷം സംസ്ഥാനത്തിൻ്റെ പേര്, നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര്, നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ, ഭാഗം, ക്രമ നമ്പർ എന്നിവയാണ് ഈ കോളത്തിൽ ഫില്ല് ചെയ്യേണ്ടത്. ഇനി അടുത്തതായിട്ട് 2002 SIR ലിസ്റ്റിൽ ഉൾപ്പെടാത്തവർ ആണെങ്കിൽ അവർ ഫില്ല് ചെയ്യേണ്ടത് ഈ കോളമാണ്. ഇവിടെ പേര് എന്ന് പറയുന്നത് 2002 SIR ലിസ്റ്റിൽ ഉൾപ്പെട്ട വ്യക്തിയുടെ പേരാണ് എഴുതേണ്ടത്. ഇപ്പോൾ അച്ഛൻ്റെയോ അല്ലെങ്കിൽ അമ്മയുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ പേരാണ് ഇവിടെ എഴുതേണ്ടത്. ഇപ്പോൾ ഫാദറിൻ്റെ പേരാണ് എഴുതുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് എഴുതുക. പിന്നീട് വോട്ടേഴ്സ് ID നമ്പർ എഴുതുക. പിന്നെ ബന്ധുവിൻ്റെ പേരെന്ന് പറയുന്നത് ഇവിടെ എഴുതിയ നിങ്ങളുടെ ഫാദറിൻ്റെ പേരായിരിക്കണം ഇവിടെ എഴുതേണ്ടത്, ബന്ധുവിൻ്റെ പേരായിട്ട് കൊടുക്കേണ്ടത്. അതുപോലെ ആ ബന്ധം എഴുതുക. പിന്നെ നിങ്ങളുടെ ബന്ധുവിൻ്റെ ജില്ല, അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ പേര്, നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര്, നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ, ഭാഗം നമ്പർ, ക്രമ നമ്പർ എന്നിവയാണ് എഴുതേണ്ടത്. ഈ കോളത്തിൽ നമ്മൾ 2002 ഉൾപ്പെട്ട വ്യക്തിയുടെ വിശദാംശങ്ങളാണ് കൊടുക്കുക. അദ്ദേഹത്തിൻ്റെ ജില്ല, സംസ്ഥാനത്തിൻ്റെ പേര്, കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുക. ഇവിടെ 2002 ഉൾപ്പെടാത്തവർ ഫില്ല് ചെയ്യേണ്ടതാണ്. ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത് ഫസ്റ്റത്തെ പേര് നമ്മുടെ ഫാദറിൻ്റെ അല്ലെങ്കിൽ മദറിൻ്റെ പേര് കൊടുക്കുക. പിന്നെ ബാക്കിയെല്ലാം കൊടുക്കേണ്ട ബന്ധുവിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ബന്ധുവിൻ്റെ മീൻസ് അച്ഛൻ്റെ അമ്മയോ അല്ലെങ്കിൽ അച്ഛൻ്റെ പേരാണ് ബന്ധുവിൻ്റെ പേരായിട്ട് ഏതാണോ അവിടെ ഉള്ളത് അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതുപോലെ ബന്ധം എഴുതുക, ജില്ല, സംസ്ഥാനത്തിൻ്റെ പേര്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുക.